ചാടിക്കേ. 1 മതിയാ? നീ ഒരു ചാട്ടല്ലേ ചാടിയുള്ളൂ. ചാടിക്കേ. 2 3. 3. അയ്യോ ഒന്ന് ആരോഗ്യത്തോടെ ചാട് കുഞ്ഞെ. പോരാ, നല്ല ഇതാ ഈ ഉയരത്തിൽ ചാടിക്കേ. ഇനി എനിക്ക് ചാടാൻ വയ്യമ്മ. അതെങ്ങനെ വയ്യെന്ന് പറഞ്ഞാൽ എങ്ങനെ ആവും? ഇങ്ങനെ നല്ല ഉയരത്തിൽ ചാടി പഠിച്ച് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ സ്കിപ്പിംഗ് റോപ്പിന്റെ മത്സരത്തിന് ചേരാൻ പറ്റുള്ളൂ. ഞാൻ ഓട്ടത്തിന് ചേർന്നാ പോരെ? ഞാൻ ഓട്ടത്തിന് ചേരണ്ട, നീ സ്കിപ്പിംഗ് റോപ്പിന് ചേർന്നാ മതി. ചാട്. 1 2 3. അയ്യോ മതി. ഈ ഓട്ടം ചാട്ടം എന്നൊക്കെ പറയുന്ന സകലോരും ചേരുന്ന ഐറ്റമാണ്. ഈ സ്കിപ്പിംഗ് റോപ്പിലാണെങ്കിൽ ആരും അങ്ങനെ അധികം ചേരത്തില്ല. നിനക്ക് വിൻ ചെയ്യാം. ഞാൻ ഓട്ടത്തിന് വിൻ ചെയ്യാം. നോ. കം ഓൺ, ജംപ്. ചാടുവണേ. 1 2 3. മതിയാ? പോരാ. എടി നീ ഇങ്ങനെ അവളെ ഫോഴ്സ് ചെയ്യാതെ അവൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റത്തിന് ചേർക്ക്. പ്രശോഭേട്ട, ഇതിലെങ്കിലും ഒന്ന് ഇടപെടാതിരിക്കോ? ഞാൻ ടീച്ചറോട് സംസാരിച്ച എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് തന്നെ അവളെ ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്. ഇതിനകത്ത് വിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സ്റ്റേറ്റ് കോമ്പറ്റീഷനിൽ പോകാം. ഞാൻ പറഞ്ഞതല്ല ഞാൻ ഓട്ടത്തിന് വിൻ ചെയ്യാന്ന്. എനിക്ക് അത്ര വിശ്വാസം പോരാ. നീ സ്കിപ്പിംഗ് റോപ്പ് ചെയ്താൽ മതി. ഞാൻ കുറെ നേരം പറയണു. അച്ഛാ മോളെ നീ പോയി റെസ്റ്റ് എടുക്കുക, ബാക്കി നമുക്ക് പിന്നെ നോക്കാം. എടി നീ ആരെന്നാണ് നിന്റെ വിചാരം? നിനക്ക് സ്പോർട്സിന്റെ ABCD എന്തോന്നറിയാമോ? അയ്യോ, സ്പോർട്സിൽ ABCD ഇല്ല. SPORTS അതാണ് അതിന്റെ സ്പെല്ലിംഗ്. വളിച്ച കോമഡി. തോന്നുന്നു. എടി അവക്ക് പ്രൈസ് കിട്ടണോ ഇല്ലേ എന്നുള്ളതല്ല വിഷയം. അവക്ക് ഇഷ്ടപ്പെട്ട ഐറ്റത്തിന് ചേർത്താലേ അവക്ക് എഫേർട്ട് ഇടാൻ പറ്റൂ. അങ്ങനൊന്നുമില്ല. ആ താരയുടെ മോൻ ലോങ് ജമ്പർ ആണല്ലോ, എന്നിട്ട് അവൻ ഇതിൽ പങ്കെടുത്ത് വെച്ച് ഫസ്റ്റ് വാങ്ങിച്ചല്ലോ. അപ്പൊ നീ മോളെ മത്സരിപ്പിക്കണത് അവരെയൊക്കെ മുമ്പ് ജാട കാണിക്കാനാണല്ലേ? അതിനൊന്നും അല്ല, ഇതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിന്റെ ഭാഗമാണ്. സ്പോർട്സ്മാൻ സ്പിരിറ്റ്. എടി നീ കൊച്ചിലെ പാണ്ഡ്യം കളിച്ചോണ്ടല്ലേ നടന്നത്? ഓ, അവളാണ് സ്പോർട്സ്മാൻ സ്പിരിറ്റിനെ പറ്റി പറയാൻ വന്നിരിക്കണം. അതും കോളേജ് ചാമ്പ്യനെ എന്റെ. അതെ, ഡൊണേഷന്റെ കാര്യം എന്തായി? അത് ഞാൻ കൊടുത്തോളാം. പിന്നെ അതെന്റെ പേര് കൊടുത്താ നിന്റെ അത് അമ്മേലെ പേരില് കൊടുക്കണോ കേട്ടാ? ചേട്ടാ, അമ്മയുടെ പേര് കൊടുത്താ എനിക്കെങ്ങനെ വില കിട്ടും? ജാട കാണിക്കാന്ന് വെച്ചാ എല്ലാ പ്ലാനിങ്ങും പൊളിയാണല്ലോ. പ്രശോഭേട്ടാ, വീട്ടിൽ വന്നാൽ മുളക് തരാം, മുളക് തന്നാൽ എന്ത് തരും രായണ്ണ രായണ്ണ. എന്താണ്? എന്ത് എന്നെ ആദ്യമായിട്ടാണ് കാണുന്നത് നിങ്ങൾ? നിന്റെ അടുത്തല്ലടാ, ഞാൻ സുരഭിയോട് ചോദിച്ചത്. സുരഭി ആദ്യമായിട്ടായിരിക്കും കാണുന്നല്ലേ? നീ മിണ്ടരുത്, ഞാൻ അവിടെ ചോദിക്കല്ലേ. പിന്നെ പ്രതീക്ഷ കുഞ്ഞ് പോയപ്പോ എനിക്ക് വരണമെന്നുണ്ടായിരുന്നു, പക്ഷെ കൊച്ചമ്മ വിട്ടില്ല. സാരല്ല മുത്തോണ്ണ. പിന്നെ പ്രതീക്ഷ കുഞ്ഞ് പോയിട്ട് വിളിച്ചായിരുന്നാ? മെസ്സേജ് അയച്ച്, വിളിച്ചില്ല ഇതുവരെ. നീ പ്രതീക്ഷ കുഞ്ഞ് അങ്ങ് പോയല്ലോ, ഇനിയിപ്പോ ഇവിടെ വന്ന് നിന്നൂടെ? നിക്കാൻ വേണ്ടിയാണ് വന്നത്. ബാഗ് കണ്ടില്ലേ? ഓ രക്ഷപ്പെട്ടെന്റെ ദൈവമേ, എന്റെ പ്രാർത്ഥന ദൈവം കേട്ട്. ഇനി എനിക്ക് പകുതി ജോലി ചെയ്താൽ മതിയല്ലോ. ഞാൻ പോയി അമ്മയെ കണ്ടു. ഓ കണ്ടിട്ടോ, ഇപ്പൊ കുറച്ചു ദിവസം കൊണ്ട് പുറത്തിറങ്ങല്ല, മുട്ടിന് വയ്യ. നീ എന്ത് മിണ്ടാ നിൽക്കണം നിന്റെ അടുത്ത്? നിങ്ങളല്ലേ പറഞ്ഞ എൻ്റെ അടുത്ത് മിണ്ടണ്ടോ? പറഞ്ഞാ കേക്കണ ഐറ്റം. കൈയ്യെടു. എന്താടാ നിങ്ങളുടെ അടുത്തൊന്നും അധികം സംസാരിച്ചുകൂടാ. എന്ത് കാര്യം? നിങ്ങൾ അപ്പോഴപ്പോഴും വിഷയങ്ങൾ മാറ്റുന്ന ആളാണ്. നമ്മളൊക്കെ പാവമാണ്. ബാബുണ്ണ അതാര്? പാവണ്ണാന്ന്. എന്ത് കാര്യം പറയുള്ളൂ? എടാ നീയേ ഈ പ്ലംബിംഗ് പണിയൊക്കെ നിനക്കറിയല്ലേ? നേരത്തെ ചെയ്തിരുന്നു. എന്ത് നിന്നെ കൊണ്ട് എനിക്കൊരു ആവശ്യമുണ്ട്, വാ. ആണാ പൈസ ഇടുന്ന പരിപാടിയാണോ ഞാൻ ചെയ്യുള്ളൂ? പൈസ തരാടാ. ഞാൻ കഴിപ്പിക്കാനാണ്? അല്ലടാ, വാടാ. എന്തൊരു കംപ്ലൈന്റ്? അതെനിക്കറിയാവുന്ന നിന്നെ വിളിക്കൂ, നീ ഇങ്ങോട്ട് വാ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.